UDFിലെ മറ്റ് നേതാക്കളുമായി ചർച്ച നടത്താൻ കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കൾ തുനിയുമ്പോൾ ജോസ് കെ മാണിക്കിനി എന്തുത്തരം പറയാനാണ്? ജോസ് കെ മാണിയോട് ആശയവിനിമയം നടത്താതെ, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പോലും പങ്കെടുക്കാൻ താൽപ്പര്യം കാണിക്കാതെ ജോസ് കെ മാണി വിഭാഗം MLA-മാർ എല്ലാ രീതിയിലും അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാതെ നിൽക്കുകയാണ്. ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തുംകുലുങ്ങുമൊക്കെ കൃത്യമായും PJ ജോസഫിനെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല എന്നതും, അദ്ദേഹം പിതാവിൻ്റെ തണലിൽ മാത്രം നിന്ന വ്യക്തിയാണ്, രാഷ്ട്രീയത്തിനകത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്നതും, തങ്ങളെ ഉപദേശിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നതും ഉറപ്പിച്ച് പറയുകയാണ്. എന്ത് പറയണമെന്നറിയാതെ ഉഴറുകയാണ് മാണി വിഭാഗം മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിൽ നിന്ന് അടുത്ത തവണ ജയിച്ച് നിയമസഭ കാണണമെങ്കിൽ ഇനി UDFിലേക്ക് പോയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുമായി അകലം പാലിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നിട്ടും അതൊന്നും വലിയ വാർത്തയാക്കി മനോരമയോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നില്ല. പാലായിൽ നമ്മൾ കണ്ടതാണ്, പാലായിൽ നഗരസഭയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ. അവിടെ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അതിസങ്കീർണമാകാൻ കാരണം, വളരെ ലഘുവായി പറഞ്ഞാൽ, മാണി കോൺഗ്രസിലുണ്ടായ തമ്മിൽ തല്ല് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വവുമായി UDFിൽ നിൽക്കുമ്പോൾ തന്നെ മാണി കോൺഗ്രസിലുള്ളവർക്ക് വലിയ ചൊറിച്ചിലായിരുന്നു. അന്നും KM മാണിയെ വലിയ തോതിൽ പാലായിൽ ജയിപ്പിച്ചതിൻ്റെ ഒരേ ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ ചില വാക്ചാതുര്യവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഒക്കെയാണ്. എന്നാൽ അതൊന്നും ജോസ് കെ മാണിക്ക് അഡ്വാൻറ്റേജായി കിട്ടിയില്ല. ഒന്ന് നോക്കൂ, കേരള രാഷ്ട്രീയത്തിൽ പൂർവികർ മരണപ്പെടുമ്പോൾ, അതായത് പിതാവോ ഭർത്താവോ ഒക്കെ മരണപ്പെടുമ്പോൾ അവിടെ മത്സരിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന മകനോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ വിജയിക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് 25,000-ഓളം വോട്ടുകൾക്ക്, അതായത് PT നേടിയതിനേക്കാൾ 11,000 വോട്ടുകൾ കൂടുതൽ നേടിയാണ് വിജയിച്ചത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9,044 വോട്ടുകൾക്ക് വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ 38,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു. ഈ സാഹചര്യമാണ് പാലായിൽ ഉള്ളത് എന്ന് കരുതി ജോസ് കെ മാണി മത്സരിച്ചെങ്കിലും ജോസ് കെ മാണിക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഘടകം. മാണി സി കാപ്പൻ UDF ടിക്കറ്റിൽ ജോസ് കെ മാണിക്കെതിരെ നിന്ന് 16,000-ലധികം വോട്ടുകൾക്ക് ജയിച്ചതിൻ്റെ കൃത്യമായ കാരണം കോൺഗ്രസ്കാരുടെ നിതാന്തമായ സപ്പോർട്ടും അതിനോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയും തന്നെയാണ്. അതെല്ലാ രീതിയിലും ഇക്കുറി പാലായിൽ ഉണ്ടാകുമെന്ന് ജോസ് കെ മാണിക്ക് അറിയാം. അതുകൊണ്ടാണ് പാലായിൽ ഇനിയൊരു മത്സരത്തിനില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി MP ആയ 2019 മുതൽ 24 വരെ MP ആയിരുന്ന തോമസ് ചാഴിക്കാടനെ വരെ 85,000-ലധികം വോട്ടുകൾക്ക് ഫ്രാൻസിസ് ജോർജ് താറ പറ്റിച്ച് വിട്ടു. ഇനി കോട്ടയത്തൊരു രക്ഷയില്ല. ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഇനി വല്ല BJPയിലെങ്ങാനും അഭയം കിട്ടിയാൽ അത് വലിയ കാര്യം. ഇടതുപക്ഷവും എടുക്കില്ല, UDFും എടുക്കില്ല. കാരണം എടുക്കാൻ കൊള്ളരുതാത്ത ഒരവസ്ഥയിലേക്ക് ജീർണിതമായി ദ്രവിച്ച് നാണം കെട്ടിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി എന്ന് പറയാതിരിക്കാൻ വയ്യ.